ലോക മൂവി കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയ സമയത്ത് ഇനി എങ്ങാനും ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ കാണാം എന്ന് വിചാരിച്ച് ഞാൻ പ്ലാൻ ചെയ്തു വെച്ചിരുന്ന ഒരു സിനിമയാണ് ഓടും കുതിര ചാടും കുതിര. ഫഹദ് ഫാസിൽ ആയതുകൊണ്ടും ഫഹദ് ഫാസിൽ എന്ന ആക്ടറിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടും ആളൊരു പ്രോമിസിങ് ആക്ടറാണ് എന്ന പ്രതീക്ഷയോടെ ഞാൻ കാണാൻ വേണ്ടി എൻ്റെ ലിസ്റ്റിൽ ഇട്ടിരുന്ന ഒരു മൂവിയായിരുന്നു. പക്ഷേ അവസാനം OTT റിലീസിന് ശേഷമാണ് ആ മൂവി ഒന്ന് കാണാൻ സാധിച്ചത്. അൽതാഫ് സലീമിൻ്റെ ഡയറക്ഷനിൽ ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്ത ഈ മൂവിയിൽ കല്യാണിയും ഫഹദ് ഫാസിലും രേവതി പിള്ളയും ധ്യാൻ ശ്രീനിവാസനും ലാലും ഒക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. മൂവി കണ്ടതിന് ശേഷമുള്ള എൻ്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണിത്. മൂവി എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഒരു ബിലോ ആവറേജ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടോ ഫഹദ് ഫാസിൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെക്റ്റേഷനോടെ ഞാൻ കാണാനിരുന്നൊരു സിനിമയായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ബോറടിച്ചു തുടങ്ങി. ഫഹദ് ഫാസിൽ ചെയ്ത എബി എന്ന ക്യാരക്ടർ കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ളൊരു വ്യക്തിയെയാണ് കാണിക്കുന്നത്. അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ഫഹദിനെ കൊണ്ട് കഴിഞ്ഞോ എന്നെനിക്ക് ചെറിയൊരു സംശയം പല സീനിലും തോന്നിയിരുന്നു. ഡയലോഗ്സ് ആണെങ്കിലും എക്സ്പ്രഷൻസ് ആണെങ്കിലും ഹ്യൂമറൊന്നും പുള്ളിക്കാരൻ അങ്ങോട്ട് വർക്കാവാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അതുമാത്രമല്ല, കൂടുള്ള ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ കുറേ ഡയലോഗ്സൊക്കെ കോമഡി ആയിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടി കുറച്ച് ഡയലോഗ്സ് കയറ്റിയതുപോലെ തോന്നി. വളരെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറേ ഡയലോഗ്സും കുറച്ച് സീൻസും ഒക്കെ വന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ മറ്റ് ക്യാരക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ സുരേഷ് കൃഷ്ണ, ലാല് തുടങ്ങിയ ആൾക്കാരൊക്കെ കോമഡി നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ധ്യാൻ ശ്രീനിവാസിൻ്റെ കുറച്ച് സീൻസ് അതും എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ളതൊക്കെ നോക്കുമ്പോൾ വളരെ ആർട്ടിഫിഷ്യലായിട്ട് തന്നെയാണ് എനിക്ക് ഓരോ സീൻസും തോന്നിയത്. ഈവൻ ഡയലോഗ്സും അനാവശ്യമായിട്ടുള്ള കുറേ ജോക്സ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിലെല്ലാം ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കല്യാണിയും ഫഹദ് ഫാസിലും തമ്മിലുള്ള ഒരു പേരാണ്. അതായത് ഈ മൂവിയിലെ ഒരുപാട് സീൻസിൽ ഫഹദ് ഫാസിൽ നല്ല പ്രായം തോന്നിക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, റൊമാൻസ് ചെയ്യുമ്പോഴും കറക്റ്റായിട്ട് വർക്കാവാത്തതുപോലെയാണ് തോന്നിയത്. പിന്നെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ടായിരുന്നു അത് എല്ലാ കാഴ്ചക്കാരനും ഒരുപക്ഷെ ആ മൂവിയെ കറക്റ്റായിട്ടുള്ള പ്ലോട്ട് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും അത് ആസ്വദിക്കാൻ സാധിക്കാത്തതെന്ന്. ഒരുപക്ഷെ അതുമായിരിക്കാം. എനിക്ക് ആ മൂവിയെ കറക്റ്റായിട്ട് ഡയറക്ടർ ഉദ്ദേശിച്ച രീതിയിൽ അത് ആസ്വദിക്കാൻ കഴിയാത്തത് കൊണ്ടുമായിരിക്കാം. അതുകൊണ്ടാണ് ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് എന്ന് ഞാൻ പറയുന്നത്. ആ മൂവിയിൽ ആ ക്യാരക്ടർ കടന്നു പോകുന്ന കുറേ അവസ്ഥകൾ കാണിക്കുന്നുണ്ട്. അത് പക്ഷേ ഞാൻ പലപ്പോഴും അത് OTT റിലീസിന് ശേഷം കണ്ടതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഇതിനു വേണ്ടി ഞാൻ തിയേറ്ററിൽ പോയി ടൈം കളഞ്ഞില്ലല്ലോ എന്ന് മാത്രമാണ്. കാരണം OTTയിൽ കാണുമ്പോൾ പോലും എനിക്കത് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു മൂവിയെ എല്ലാ രീതിയിലും ആസ്വദിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ മൂവിയുടെ പ്ലോട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കുമായിരിക്കും. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ഒരുപാട് സീൻസിലും ആ ഒരു കണക്ട് ചെയ്യാൻ പറ്റാത്ത പോലെയാണ് തോന്നിയത്. ഒരുപക്ഷെ അതെൻ്റെ മിസ്റ്റേക്ക് തന്നെ ആയിരിക്കാം. എന്തായാലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂവി എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കാം ഇത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.